ഹലോ ആർമീസി, സ്റ്റോറി കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ടാവുമെന്നറിയാം, എന്നാലും കാണാത്തവർക്ക് വേണ്ടി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെൻ്റെ ഫസ്റ്റ് FF ആണ്. സോ അതിൻ്റേതായ കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും. വാട്ട്പാഡിലും യൂട്യൂബിലും ഒക്കെ കുറേ FF വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് എനിക്കും ഇങ്ങനെയൊന്ന് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ഞാൻ സ്വയം ഉണ്ടാക്കിയൊരു സ്റ്റോറി ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതാണ് ഈ ദേവദക്ഷ. അതുപോലെ ഇതൊരു കുഞ്ഞു സ്റ്റോറിയാണ്. ആദ്യമായിട്ട് ഒരാൾ FF ചെയ്യുമ്പോഴുള്ള എല്ലാ കുറവുകളും തെറ്റുകളും ഉണ്ടാവും. ഒക്കെ ഒന്ന് ക്ഷമിച്ച് ഈ സ്റ്റോറി ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മീൻസ് ഞാൻ എന്തൊക്കെ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, ഞാൻ എന്തൊക്കെ ഇനി എന്താ പറയുക കൂടുതലായിട്ട് കൊണ്ടുവരണം, അതൊക്കെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റോറിയിലേക്ക് പോവാം. ಭಸ್ಮರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀ. വാ മക്കളെ, എന്താ അവിടുത്തെ നിന്നേ? കേറി വാ. ആ മോനെ, സുഖം തന്നെ. ഇന്നലെ മോന്റെ അച്ഛൻ വിളിച്ചിരുന്നു മോൻ വരുന്ന കാര്യം പറയാൻ. അപ്പൊ തന്നെ പണിക്കാരെയും കൂട്ടി വന്ന് വീട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ അങ്കിൾ. ഇതെവിടുന്നാ ഈ പാട്ട് കേൾക്കുന്നത്? ഇവിടെ തൊട്ടടുത്തൊരു കൽമണ്ഡപമുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. അവിടുന്ന് മുകളിലത്തെ നിലയെന്ന് കാണാൻ കഴിയും. അത് തുറക്കണ്ട മോനെ, അവിടെ കുറച്ച് പഴയ സാധനങ്ങളാ. നിങ്ങൾ റെസ്റ്റ് എടുത്തോ, രാത്രി ഭക്ഷണം ഞാൻ കൊടുത്തു വിടാം. വന്നാ ഫുഡ് കഴിക്കാം. പണിക്കറാങ്കിള് ഫുഡ് കൊണ്ടുവന്നോ? പണിക്കറാങ്കിള് കൊണ്ടുവന്നില്ല, ബട്ട് ഒരു സുന്ദരി പെങ്കൊച്ചുകൊണ്ട് കൊണ്ടു തന്നു. പെങ്കൊച്ചോ? വായനോട്ടം തന്നെയല്ലേ? നോ, ഇറ്റ്സ് ജസ്റ്റ് ഒബ്സർവേഷൻ. ഇത് ഞാൻ എവിടെയോ. ഫുഡ് വേണോ? വാ. ഈ പണിക്കറങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥനാണോ? അതെ, മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളത് മുതലേ ഇവിടെ ജോലി ചെയ്യുന്നതാ. അവര് പോയതോടെ ഇവിടെ ആൾതാമസം ഇല്ലാതായി. പിന്നീട് ഈ വീടും സ്ഥലവും അങ്കള നോക്കി നടത്തുന്ന. ഇതെന്താ ഇങ്ങനൊരു സ്വപ്നമൊക്കെ? ഉറക്കവും പോയി. ഇതെന്താ? ദേവദക്ഷ, ആദിത്യവർമ്മ തമ്പുരാൻ. മുഖം ക്ലിയർ അല്ലല്ലോ. രാജവാഴ്ചയുള്ള കാലത്ത് ദേവഗിരി വാഴുന്നത് ആദിത്യവർമ്മ തമ്പുരാനായിരുന്നു. ആദിത്യവർമ്മ തമ്പുരാന്റെ ഇളയ പുത്രനായിരുന്നു ദേവവർമ്മ തമ്പുരാൻ. സൗന്ദര്യത്തിലും ആയോധന കലയിലും ഒരുപോലെ കഴിവ് തെളിയിച്ചവൻ. ഒരു
ദിവസം ദേവവർമ്മ തമ്പുരാൻ ആ കാഴ്ച കണ്ടു. ഒന്നിലും പതറാതെ തമ്പുരാൻ ആ കാഴ്ചയിൽ പതറി. प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणाम्बुरासी धीं तारा जतुलतो प्राणमे नाट्यं चेसे गतुलतो नाम शतं मूल नतुलतो ना पैननी चूपु आपेला കൊട്ടാരത്തിലെ നൃത്തക്കാരിയുടെ മുൻപിൽ അവനും അടിയറവ് പറഞ്ഞു. അന്നു മുതൽ എന്നും രാജകുമാരനും അവളുടെ നൃത്തം കാണാൻ എത്തുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളും ശ്രദ്ധിച്ചു തന്നിൽ മാത്രം മുഴുകിയിരിക്കുന്ന രാജകുമാരനെ. അവളിലെ കൗതുകവും ഉണർന്നു. പതിയെ അവർ അടുക്കുകയും ചെയ്തു. ഒടുവിൽ പ്രണയത്തിൽ ഇരുവരും ആരും അറിയാതെ കാണലായി, സംസാരിക്കലായി, നൃത്തം ചെയ്യലായി. ഈ വാർത്ത ആദിത്യവർമ്മ തമ്പുരാനും അറിഞ്ഞു. ആ ബന്ധത്തോട് തീർത്തും എതിർത്ത തമ്പുരാൻ രാജകുമാരന്റെ വിവാഹം തീരുമാനിച്ചു. തനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല, ദക്ഷയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടും രാജാവ് അതിന് സമ്മതിച്ചില്ല. അച്ഛൻ്റെ വാശിക്ക് മുൻപിൽ രാജകുമാരനും പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ രാജകുമാരനും സമ്മതിച്ചു. വിവാഹത്തിന് ഒരു നാൾ ബാക്കി നിൽക്കെ ദക്ഷയും ദേവയും വീണ്ടും കണ്ടുമുട്ടി. ദക്ഷ, എന്നോട് നീ ക്ഷമിക്ക്. നാളെ എൻ്റെ വിവാഹമാണ്. പറ്റുന്നില്ലടി. നിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരു പെണ്ണിനെ താലി കെട്ടാൻ ഞാൻ അച്ഛനോട് ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷെ എന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ദക്ഷ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ദേവ, ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതിന്റെ ബാക്കി അവിടെ പോയി. അല്ലെങ്കിൽ പണ്ടേ അങ്ങനെ ത്രില്ലടിപ്പിച്ച് ആകാംക്ഷ നോക്കുമ്പോഴായിരിക്കും ടു ബി കണ്ടിന്യൂ. ഇതിന് പക്ഷെ കണ്ടിന്യൂ ഒന്നും ഇല്ലല്ലോ. ഇതാണോ ദക്ഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗോ ആഫ്റ്റർനൂണായി. രാത്രി കിടക്കാൻ നേരം വൈകി. വിച്ചു, ഇന്നലെ ഞാനൊരു കഥ വായിച്ചു. ഒരു രാജകുമാരൻ്റെയും കൊട്ടാര നർത്തകൻ്റെയും കഥ. ഇവിടുന്ന് കിട്ടിയ ബുക്കാ. എവിടെയാ കഥ നിർത്തുന്നത്? ബട്ട് ഇതിന്റെ ബാക്കി അറിയാനായിട്ട് ഒരു സമാധാനം ഇല്ലടാ. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ടോ? അല്ലെങ്കിൽ പിന്നെ കഥ അവസാനിച്ചു കാണും. ഒന്നും വല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് കഥ അവസാനിക്കാനോ? എടാ, ഇതിന്റെയൊക്കെ ബാക്കി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ത്? എല്ലാ കഥ പോലെ തന്നെ അച്ഛന്റെ ഭാഷയ്ക്ക് മുമ്പിലായി മകൻ കീഴടക്കുകയും കാണും. അപ്പൊ ആ പെങ്കൊച്ചോ? അത് പിന്നെ അത് ബ്രേക്കപ്പായി കാണും. പോടാ, ചിലപ്പോ എല്ലാ തടസ്സങ്ങളും മറന്ന് അവരൊന്നിച്ചാലോ? ദക്ഷ, ഇത് ദീക്ഷയല്ലേ? ദീക്ഷയോ? അതെ, ദീക്ഷ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇന്നലെ ഫുഡ് കൊണ്ട് തന്നൊരു പെൺകുട്ടി? അത് ഇവള. കൊള്ളാല്ലേ? എന്താ ഡാൻസ് കൊള്ളാന്ന്. വൈഷ്ണവേട്ടാ, ഇതാ നീ ഇന്നലെ പറഞ്ഞത്.
കുറച്ച് വലന്നല്ലേ. ഹേയ് അതൊന്നും കുഴപ്പമില്ല. ബിച്ചു, എന്താടാ, എന്തിനാ വിളിച്ചേ? ഹേയ് ഒന്നുമില്ല, കാണാനിട്ട്. ആ ഓക്കെ. ദേവ, ഇത് ദീക്ഷ. ആൻഡ് ദീക്ഷ, ഇത് ദേവ. ഹായ്, ഐ ആം ദീക്ഷിക. ഹലോ, ഐ എം വിഷ്ണുദേവ്. ഇന്നലെ കുട്ടിയാണോ അവിടുന്ന് ഡാൻസ് കളിച്ചത്? ആ അതെ, കുറച്ച് കുട്ടിയൊക്കെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളെങ്ങനെ അറിഞ്ഞു? മുകളിലത്തെ നിലന്ന് കാണാൻ കഴിയും. ഓ എന്നാ ശരി, ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ആടാ, എന്നാ ശരി. ദേവേട്ടാ, ഇത് വല്യച്ഛൻ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. വല്യച്ഛനോ? ആ വല്യച്ഛൻ. ഓ സോറി സോറി, നിങ്ങളുടെ പണിക്കാറങ്കൾ. പണിക്കറങ്ങള് വല്യച്ഛനാ? ആ അച്ഛൻ്റെ ചേട്ടൻ. പക്ഷെ അച്ഛൻ വല്യച്ഛനെ പോലെയല്ല കേട്ടോ, ഭയങ്കര സ്ട്രിക്റ്റാ. അല്ല, ചോദിക്കണം എന്ന് വിചാരിച്ചതാ, വൈഷ്ണവേട്ടനും ദേവേട്ടനും ബ്രദേഴ്സാ? അല്ല, ഞങ്ങള് ഫ്രണ്ട്സാ. അതിലുപരി ഹീസ് മൈ സോൾമേറ്റ്. ഓ അത് ശരി. അപ്പോ മുള്ളും താഴെ ആരുമില്ല? സിബ്ലിങ്സ് ആണോ? ഇല്ല, ഞാൻ തനിച്ച. എനിക്ക് താഴെ ഉണ്ട് ഒരുത്തി. അനിയത്തിയ? ആ ദേവിക എന്നാ പേര്. ദിവസങ്ങൾ കഴിയുന്തോറും ദേവയുടെയും ദീക്ഷയുടെയും അടുപ്പവും കൂടി വന്നു. ഫ്രണ്ട്സ് എന്നതിലുപരി തങ്ങൾക്കിടയിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ സൗഹൃദം പ്രണയത്തിലേക്കുള്ള വഴിയൊരുക്കി. ഹലോ, എങ്ങോട്ടേക്കാ? ദേവേട്ടനെ കാണാൻ. അല്ല, എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മുകളിലുണ്ട്, എന്തോ തിരികെ. വന്ന് പെണ്ണിനൊരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടായിട്ടാ. നിനക്ക് പെണ്ണില്ലെന്ന് കരുതി എന്റെ കന്നി പാരുന്നു. ഡാ വേണ്ടട്ടാ. വൈഷ്ണവേട്ടന് പെണ്ണില്ലേ? അയ്യോ, എന്റെ ചെക്കൻ പണ്ട് മുതലേ സിംഗിളാ. അപ്പൊ ഫ്രഷ് അല്ലേ? അത്ര ഫ്രഷ് ഒന്നുമല്ല, ഫ്ലേട്ടിങ് ഇഷ്ടം പോലെ ഉണ്ട്. ഡാ മതി, നിർത്ത്. രണ്ടും കൂടി എന്നെ പൊങ്കാലിടലല്ലേ. അല്ല, വൈഷ്ണവേട്ടൻ പറഞ്ഞല്ലോ എന്തോ പരുതുവാന്ന്. അതൊന്നുമില്ലടി, ഒരു ബുക്കിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ നോക്കിയതാ. ഏത് ബുക്കാ? നിനക്കറിയാൻ ചാൻസ് ഒന്നുമില്ല, ഞാൻ തന്നെ ഇവിടെ വന്നപ്പോഴാ അറിയുന്നത്. പേര് ദേവദക്ഷ. ദേവദക്ഷയോ? ഞാൻ പറഞ്ഞില്ലേ, നീ കേട്ട് കാണില്ലെന്ന്. ദേവ, ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ദേവ, ഒരു രാജകുമാരനും കൊട്ടാര നർത്തകിക്കും ഒന്നിക്കാൻ കഴിയുമോ? വിധി അതിനെ സമ്മതിക്കുമോ? വിധി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ദേവ ദക്ഷക്കുള്ളതാ, നിനക്ക് മാത്രം. നിനക്ക് വേണ്ടി ഈ വിധിയെ മാറ്റിയെഴുതാൻ പോലും ഞാൻ തയ്യാറാണ്. ദേവ, ഒരിക്കലും ഒരു കൊട്ടാര നർത്തകിക്കും ഒരു രാജകുമാരനെ സ്വന്താക്കാൻ കഴിയില്ല. അതറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇവിടെ ഞാനാ തെറ്റ് ചെയ്തത്. ദക്ഷ, ഞാൻ നിർത്താ ദേവ, ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ ദേവ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദക്ഷ. ആ വേർപിരിയലിന് സാക്ഷിയായി ആ രാത്രിയും അവസാനിച്ചു. നേരം പുലർന്നതോ കല്യാണ വാദ്യാഘോഷങ്ങളോ. എന്നാൽ ദേവിയെ തേടിയെത്തിയ വാർത്ത മറ്റൊന്നായിരുന്നു. ദക്ഷയുടെ മരണ വാർത്ത. തൻ്റെ ദക്ഷയെ ഒരു നോക്ക് കാണാൻ അവന് അലറി വിളിച്ച് അവിടെ നിന്ന് ഓടി. എന്നാൽ അവസാനമായി ഒരു നോക്ക് അവനെ കാണാതെ അവൾ യാത്രയായി. എന്നാൽ അവിടെ എത്തിയ ദേവ കാണുന്നത് ചിതയിൽ കത്തിയമരുന്ന ദക്ഷയായിരുന്നു. ഒരു നിമിഷം അവനൊന്ന് നിന്നു. എന്നും ഏതവസ്ഥയിലും താൻ കൂടെയുണ്ടാകുമെന്ന് വാക്ക് നൽകിയ ദക്ഷയെ തനിച്ചാക്കുവാൻ അവന് മനസ്സ് സമ്മതിച്ചില്ല. അവനും ചാടി അവളുടെ ചിതയിലേക്ക്. അന്ന് അവൻ ദക്ഷക്ക് നൽകിയ വാക്ക് പാലിച്ചു. അവർക്ക് വേണ്ടി അവൻ തൻ്റെ വിധിയെ മാറ്റിയെഴുതി. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുമിച്ച് മരണം കൈവരിച്ചവർ ദേവദക്ഷ. ആ ബുക്കിലെ കഥ തൻ്റെ മുൻജന്മമാണെന്നും
ദേവവർമ്മ തമ്പുരൻ താനാണെന്നും ദീക്ഷ ദക്ഷയാണെന്നും അവൻ അവിടെ കാണുന്ന ഓരോ കഥാപാത്രങ്ങളും പുനർജന്മത്തിൽ തന്നെ സ്വാധീനിച്ചവരാണെന്നും അവന് തിരിച്ചറിഞ്ഞു. ഒപ്പം അവന് മറ്റൊന്നുകൂടെ മനസ്സിലായി, തനിക്കും ദക്ഷയ്ക്കും എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്. നിന്നെ ദക്ഷ വിളിച്ചിരുന്നു? ഇല്ല. എന്താ? അത് നിങ്ങളുടെ കാര്യം അവളുടെ വീട്ടിൽ അറിഞ്ഞു. ആകെ സീനാണെന്ന് അറിഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? നേരത്തെ പണിക്കാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങളെ പറഞ്ഞു. എനിക്കിപ്പോൾ അവളെ കാണണം. അത് വേണോ? വേണം. ആരാ നിങ്ങളൊക്കെ? ആദിത്യവർമ്മ. ദേവേട്ട. ദീക്ഷ. ഓഹോ, നീയായിരുന്നോ വിഷ്ണുദേവ്? അങ്കിളെ. മോനെ, ഈ പ്രായത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. അത് ഈ പ്രായത്തിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് മോനിപ്പം ചെല്ല്. അങ്കിളെ, എനിക്ക് ദക്ഷ ഒരുപാട് ഇഷ്ടം. മോനെ, ഞാനിപ്പം മര്യാദയ്ക്കാ പറഞ്ഞു. ഇനി മോന് മനസ്സിലായില്ലെങ്കിൽ അച്ഛാ വേണ്ട, ദേവി ഒന്നും ചെയ്യരുത്. കേറി പോടിയകത്ത് കേറി പോവാ. മോന് ചെല്ല്. ഇനി ഇവിടെ നിന്നാ മോന്റെ തടി കേടാവും. മോനെ ദേവ, നീ ഇപ്പം ചെല്ല്. നിങ്ങളുടെ കാര്യമൊക്കെ ദീക്ഷ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവേ, നീ ഇപ്പോ ഇവനെ വിളിച്ചോണ്ട് പോ. അച്ഛാ വേണ്ട അച്ഛാ, അച്ഛാ വേണ്ട, പ്ലീസ് അച്ഛാ വേണ്ട, പ്ലീസ്. എടാ വേണ്ടടാ, മോളെ വിട്ടേക്ക്. ഏട്ടൻ ഇതിൽ ഇടപെടണ്ട. ചായ വേണ്ട, ചായ നമ്മുടെ മോളല്ല, വേണ്ട. അതുകൊണ്ടാ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നമുക്ക് തീരുമാനമാക്കാം. എന്ത് തീരുമാനം? എന്ത് തീരുമാനം? കഴിഞ്ഞ ജന്മത്തിൽ നഷ്ടപ്പെടുത്തിയതാണ് അവളെ. ഇനി ഈ ജന്മത്തിൽ കൂടി പറ്റില്ലടാ, പറ്റില്ല. ഹലോ, അതെ, ഞാൻ ദേവ്യ. ഓ, അതിനെന്തെങ്കിൽ ഞാൻ വരാം. എങ്ങോട്ടാടാ? ഞാനിപ്പം വരാം. മോന് വന്നോ? അങ്കിൾ എന്തിനാ വിളിച്ച? മോന് ദീക്ഷയെ അത്ര ഇഷ്ടമാണോ? അതെ അങ്കിൾ, അവളെന്റെ പ്രാണനാ. മോൻ അവളെ വിട്ടേക്ക്. അവളൊരു പാവം കുട്ടി. അവള് നിനക്കൊരു എന്റർടൈൻമെന്റ് മാത്രമാണെന്ന് നിനക്കും അറിയാം. എന്നാലേ അവക്കൊന്നും മനസ്സിലാവില്ല. ഞോ അങ്കിൾ, ഇത് അങ്കിൾ വിചാരിക്കുന്ന പോലെയല്ല. അവളെന്റെ ജീവനാ. അപ്പൊ നിനക്കെന്റെ മോളെ വിടാൻ ഉദ്ദേശമില്ല അല്ലേ? അടിച്ച് കൊല്ലടാ ഈ പുന്നാര മോനെ. അങ്കിൾ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റ് ഈ ജന്മത്തിൽ ആവർത്തിക്കല്ലേ. ഇവന്റെ അമ്മായിയപ്പനായി പോയി. അതുകൊണ്ടാ നിങ്ങൾ ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
ഡോ വിളിച്ചു. വേണ്ട. അങ്കിൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൽ ഈ ജന്മത്തിൽ ആവർത്തിക്കല്ലേ. അങ്കിൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൽ ഈ ജന്മത്തിൽ ആവർത്തിക്കല്ലേ. ഡോക്ടർ, അച്ഛൻ എങ്ങനെയുണ്ട്? ഏയ് പേടിക്കാനൊന്നുമില്ല. അത് ആക്സിഡന്റ് ആയ ഷോക്കിന് ബോധം പോയതാ. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കയറി കാണാട്ടോ. പിന്നെ ഇത് തന്നെ ഡിസ്ചാർജ് വെക്കാം. അച്ഛാ, മോളെ ദീക്ഷ, സോറിയുടെ ഈ അച്ഛനോട് ക്ഷമിക്ക്. അച്ഛന് നിങ്ങളുടെ സ്നേഹം മനസ്സിലായില്ല. അച്ഛാ, അതൊന്നും ഇപ്പം സംസാരിക്കണ്ട. അച്ഛൻ ഓക്കെ അല്ലേ? ഏട്ടാ, വിഷ്ണുവിനോടൊന്ന് വരാൻ പറ. എനിക്ക് അവനോട് സംസാരിക്കണം. വിച്ചു, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ദീക്ഷയുടെ അച്ഛന് ആക്സിഡന്റ് ആയി. എന്നെ കാണണമെന്നും പറഞ്ഞു. നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ആളെ വെച്ച് തല്ലിച്ചതല്ലേ നിന്നെ? ഒരാൾക്കൊരു ദുരവസ്ഥ വരുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക? മതി, പോവാം. മോനെ വാ. സോറിടാ, ഞാൻ ചെയ്തത് തെറ്റാ. നിങ്ങൾ തന്നെയാ ഒന്നിക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാ. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റ് ഇനി ഞാൻ ഈ ജന്മത്തിൽ ചെയ്യില്ല. ഈ അച്ഛൻ ചെയ്തതൊന്നും മനസ്സിലാക്കല്ലടാ. എൻ്റെ മോളെ നോക്കിക്കോളടാ. നീ ചെല്ല് നിന്റെ ദക്ഷയുടെ അടുത്തേക്ക്. അച്ഛൻ എന്താ പറഞ്ഞേ? സമ്മതിച്ചോ? സമ്മതിച്ചു. ശരിക്കും? അതെ. ഇനി മുതലേ ഈ ദീക്ഷ ഈ ദേവിക്കുള്ളത്. ദേവിയും ദീക്ഷയും അന്ന് സംസാരിച്ചതൊക്കെ ആദിത്യവർമ്മ തമ്പുരാനും കേട്ടിരുന്നു. അതിലൂടെ അയാൾക്ക് ഒരു കാര്യവും മനസ്സിലായി. ദേവിയും ദക്ഷയും രണ്ട് ശരീരമാണെങ്കിലും ഒരൊറ്റ ആത്മാവാണെന്ന്. തൻ്റെ മകൻ കൊട്ടാരത്തിലെ ദാസിയുമായി വിവാഹം ചെയ്താൽ മറ്റു രാജാക്കന്മാരുടെ മുന്നിലെ കുറ്റപ്പെടുത്തൽ, പ്രജകൾ തന്നോടുള്ള ആദരവ് പോകുമോ എന്നുള്ള ഭയം, തൻ്റെ മകൻ്റെ 7 അയലത്ത് വരാൻ യോഗ്യതയില്ലാത്തവർ, ഒരു പക്ഷേ നേരം പുലരുമ്പോൾ ദേവയുടെ മനസ്സ് മാറിയേക്കാം എന്നുള്ള ചിന്ത. ഇതൊക്കെ തന്നെയാവാം ദക്ഷയെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്. മഹാരാജൻ, ദക്ഷ, നീയും ദേവിയും രണ്ട് ശരീരമാണെങ്കിലും ഒരാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ ഇനി നിങ്ങളിൽ ഒരാൾ മാത്രമായിരിക്കും ബാക്കി. മഹാരാജൻ. പ്രണയത്തിനു വേണ്ടി മരിച്ചവരാണ് നിങ്ങൾ. ഒന്നിച്ചാൽ മനോഹരമായ ഒന്നിനെയും വിധി ഒരുമിപ്പിക്കാറില്ല. ഏത് പ്രണയത്തിനു വേണ്ടിയാണോ നിങ്ങൾ വേർപിരിഞ്ഞത്, അതേ പ്രണയത്തിനു വേണ്ടി ഒരു ജന്മം കൂടി നിങ്ങൾ ജനിക്കും. ആക്സിഡന്റിന് മുൻ ജന്മം ഓർമ്മ വന്നതുകൊണ്ടാവാം ആ ജന്മത്തിൽ ചെയ്ത തെറ്റ് ഇനി ഈ ജന്മത്തിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് കരുതി ദേവയെയും ദക്ഷയെയും ഒരുമിപ്പിക്കാൻ ശങ്കർ തീരുമാനിച്ചത്. തൻ്റെ അനുജന്റെ പ്രണയത്തിനു വേണ്ടി ഒരു ജന്മം കൂടി ആവശ്യപ്പെട്ടത് കൊണ്ടും ജ്യേഷ്ഠന്റെ സ്ഥാനം അലങ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് സുഹൃത്തായി നിന്ന് അവന് വേണ്ടുന്നതെല്ലാം അവൻ ചെയ്യുന്നത്. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമനല ഇവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം എവിടെ നോക്കിയാടോ നടക്കുന്നത്? മുഖത്തല്ലേ കണ്ണ്? ഹലോ, പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കുട്ടിയുടെ പേരെന്താ? എന്താന്ന്? നെയ്മ് എന്താ കൊച്ചേ? അറിഞ്ഞിട്ടെന്തിനാ? ഒരു കല്യാണാലോചന. ആർക്കാ? തന്റെ മോനാ? കഴുത്തിന് ചുറ്റും നാമല്ലേ? എന്തേ പിടിക്കൂല? പിടിക്കും, റൊമ്പ പിടിക്കും. ദേവിക.